അമ്പലത്തേക്ക്. ദേ പടിയുണ്ടേ. ആ ഇനി കണ്ണു തുറന്നോ. തൊഴുതോ. കുരുത്തം കേട്ട പിള്ളേര് കുണ്ടിപ്പുറയിലിട്ടാന്നോടാ പടക്കം പൊട്ടിക്കുന്നേ. എന്താ ചേച്ചി? അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാ. എന്റെ ഉണ്ണിക്കുട്ടനുള്ള കൈ നീട്ടം രാവിലെ തന്നെ കൊടുക്കണ്ടേ? മക്കളെ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. കണ്ണടച്ചോ കണ്ണടച്ചോ. കണ്ടോ? ഉണ്ണിക്കുട്ടൻ പടക്കമൊന്നും പൊട്ടിക്കുന്നില്ലേ? അച്ഛൻ എവിടെ പോയി? ഇന്നലെ വരുമെന്നും പറഞ്ഞ് പോയതല്ലേ, വന്നില്ലേ? ഇല്ല ചേച്ചി. അല്ല, ഞാൻ അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുക. ഈ മോഹനം കുഞ്ഞിന് എന്തിന്റെ സൂക്കേടാ? നല്ലൊരു ദിവസമായിട്ട് വീട്ടിലിരിക്കാത്ത ചുമ്മാ. വിഷുവിന് പടക്കം വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞ അച്ഛനാ. ഇപ്പൊ അച്ഛനും ഇല്ല പടക്കവും ഇല്ല. അമ്മേ, ഞാൻ എപ്പോഴാ ഇനി പടക്കം പൊട്ടിക്കുക? അച്ഛൻ വന്നിട്ട് പൊട്ടിക്കാം കേട്ടോ. വേണ്ട, എനിക്ക് ഇപ്പൊ പടക്കം പൊട്ടിക്കണം. കുളിക്കണ്ടേ? വേണ്ട, കുളിക്കണ്ട, എനിക്ക് ഇപ്പൊ പടക്കം പൊട്ടിക്കണം. അമ്മ പുതിയ ഉടുപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. കുളിച്ചിട്ട് അതൊക്കെ ഇട്ട് നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? വേണ്ട, ഞാൻ വരുന്നില്ല, എനിക്ക് ഇപ്പൊ പടക്കം പൊട്ടിക്കണം. അയ്യോ, ഉണ്ണിക്കുട്ടൻ കരയുന്നോ? ആൺകുട്ടികൾ കരയുന്ന നാണക്കേടല്ലയോ? അല്ലെങ്കിൽ തന്നെ ഈ പടക്കമൊക്കെ എന്തിനു കൊള്ളാം? വെറുതെ പൊട്ടിച്ച് കളയാനല്ലാതെ. ഇപ്പൊ പടക്കം പൊട്ടിക്കണം. ഉണ്ണി വെറുതെ വാശി പിടിക്കല്ലേ? വേണ്ട, എനിക്ക് ഇപ്പൊ പടക്കം പൊട്ടിക്കണം. പൊട്ടിക്കാം പൊട്ടിക്കാം പൊട്ടിക്കാം. അത്തിരി പുത്തിരി മുന്തിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ അത്തിരി പുത്തിരി. നിന്നൊക്കെ ഞാൻ എടുത്തോളടാ. നിന്റെയൊക്കെ കൈനീട്ടോ ഞാൻ നിനക്ക് വീട്ടിൽ കൂടെ എത്തരാടാ. നാട്ടിലെ പേക്കിരി പിള്ളേരുടെ അടുത്തുനിന്ന് തന്നെ രാവിലെ കൈനീട്ടം മേടിച്ചില്ലേ? തള്ള മേടിക്കാൻ വേണ്ടില്ല, തരാൻ വേണ്ടി വന്നാ. ബൈ ദ ബൈ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതി കൈമാറാനുണ്ട്. ഉണ്ണിക്കുട്ടാ, ഡമാർ പടാർ പടക്കങ്ങൾ, ലാത്തിരി പൂത്തിരി കമ്പിത്തിരി മത്താപ്പൂ, ഓലപ്പടക്കം പിടിപ്പടക്കം അവിടെ ബോംബെ. എന്തിനാ സുരു ഇതൊക്കെ? ഉണ്ണിക്കുട്ടിന് പടക്കം വാങ്ങാൻ മാഷ് കുറച്ച് കാശ് തന്നിരുന്നു. രാവിലെ തന്നെ ഞാൻ പടക്കം ഇട്ട് പോന്നു. ദാറ്റ്സ് ഓൾ. പോട്ടെ ചേച്ചി. നീ വീട്ടിലോട്ട് വന്നോടാ. ആണെങ്കിൽ ഞാനും കൂടി എന്റെ പുറകെ കയറാടാ. അയ്യടാ, പുറകെ കയറ്റാൻ പറ്റിയ സാധനം ഞടഞ്ഞു വന്നാ മതി. എടാ അവിടെ നിക്ക്, ഞാനും കൂടെ വരാം. എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവിടെ നിക്ക്. അമ്മേ, അച്ഛൻ എപ്പോഴാ എനിക്ക് കൈനീട്ടം തരുന്നേ? അമ്മേ, അച്ഛൻ എപ്പോഴാ എനിക്ക് കൈനീട്ടം തരുന്നേ? ഉണ്ണി ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഇതിനൊക്കെ എന്ത് സമാധാനമാ പറയേണ്ടത്? അച്ഛന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാനും ഓണത്തിനും വിഷുവിനും ഒക്കെ ഒപ്പം വരുന്ന സദ്യ ഉണ്ണാനും ഒന്നും അമ്മയുടെ ഉണ്ണിക്കുട്ടന് യോഗമില്ലാന്ന് ഇതുവരെ മനസ്സിലായില്ലേ? എല്ലാ കുട്ടികളുടെ അച്ഛന്മാരെ പോലെയാണോ മോന്റെ അച്ഛൻ? ഉണ്ണിക്കുട്ടന്റെ അച്ഛൻ നടനല്ലേ? സിനിമയിലെ വലിയ നടൻ. Super shot. Okay.
ഒറ്റപ്പാലം എത്തിയോ? എത്തിയൊന്നു. ഒറ്റപ്പാലം കഴിഞ്ഞിട്ട് 2 സ്റ്റോപ്പായി. ഞാനിവിടെ ഇറങ്ങിക്കോളാം. ചേട്ടാ ഒരു ചായ. ലൈറ്റോ മീഡിയോ സ്ട്രോങ്ങോ? ഡബിൾ സ്ട്രോങ്. ആ ചായ എന്ന് പറഞ്ഞാൽ അത് കടുപ്പത്തിൽ തന്നെ ആവണം, അല്ലെങ്കിൽ ഒരു ഉഷാറാവില്ല അല്ലേ? ഇതിന് മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഈ സിനിമയൊക്കെ സംവിധാനം ചെയ്യുന്ന ലാൽ ജോസ് സാറിന്റെ വീട് എവിടെ? അയ്യോ, ലാൽ ജോസിനെ അന്വേഷിച്ച് വന്നാണോ? നേരത്തെ പറയണ്ടേ. 2 കഷ്ണം പുട്ടും കടലക്കറി എടുക്കാം. വേണ്ട ചേട്ടാ. എന്നാ 4 ചൂടുള്ള ദോശ എടുത്താലോ? വേണ്ടാഞ്ഞിട്ട് ചേട്ടാ. ഇവിടെ നിന്ന് അധികം ദൂരം ഉണ്ടോ? ദൂരം ഉണ്ടോന്ന് ചോദിച്ചാ നിങ്ങൾ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടിയിരുന്നത്. അയ്യോ, ഇന്നിപ്പോ വിഷു ആയത് കാരണം ഓട്ടോക്കാരൊക്കെ ഒരു വഴിയായിരിക്കും. നേരെ വെച്ച് പിടിച്ച കാഴ്ചക്ക് കൊണ്ട് നടക്കാനുള്ള ദൂരമല്ലോ. ഇങ്ങനെ നമ്മുടെ ലാലുവിനെ കാണാൻ വന്നതാ. നീ ആ വഴിക്കല്ലേ, ഒന്നാക്കി കൊടുക്കടോ. പ്ലീസ് ഗെറ്റ് ഇൻ. കയറിക്കോളൂ, അവനാക്കി തരും. വലിയ ഉപകാരം. ആ എന്നാ പോവാം. ഓ. ഓയ്. ഈ സിനിമയിലെ കാണുന്ന വരിക്കാശ്ശേരിമൻ ഇവിടെ അടുത്താണോ? വലിയ ദൂരമില്ല. പിന്നെ ഈ സവർണ ഫാസിസ്റ്റ് പടങ്ങളാണല്ലോ അവിടെ ഷൂട്ട് ചെയ്യാറുള്ളത്. ഞങ്ങള് ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യേ. എന്തോ മിക്കവാറും എല്ലാ ദിവസവും അവിടെ ഷൂട്ടിംഗ് കാണുമല്ലോ. സിനിമാ നടന്മാരെ നടിമാരെയൊക്കെ അടുത്ത് കാണാമല്ലോ. ഓ, നടന്മാര് അല്ല. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഈ ലാൽ ജോസിനെ കണ്ടിട്ട് ഇപ്പൊ എന്താ കാര്യം? ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയാനാ. ഇറങ്ങ. എന്തൊരു ചേട്ടാ? അതാ വീട് കേറി ചെല്ല്. കൊള്ളാം കൊള്ളാം. ആരാ? എന്തു വേണം? ഞാൻ മോഹൻ ലാൽ ഒന്ന് കാണാൻ വന്നതാ. സാറേ, സാറിനെ കാണാൻ ഒരു മോഹൻലാൽ വന്നിരിക്കുന്നു. മോഹൻലാലോ? ആരാ? സാർ, ഞാൻ മോഹൻ. ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. കേറിയിരിക്കൂ. വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോളാം. ഇരുന്ന് സംസാരിക്കൂ. എന്താ കാര്യം? അത് ഞാൻ സാറിന്റെ അടുത്ത പടത്തിലൊരു വേഷം. ഞാൻ ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്യാമ്പസ് സിനിമയാണ്. അതിലെന്തെങ്കിലും ഒരു വേഷം? അതിലിപ്പോ നിങ്ങൾക്ക് പറ്റിയ വേഷം അത് ഈ പ്രായത്തില്? പ്രായം ഒരു പ്രശ്നമാണ് സാർ. പ്രശ്നമല്ലേ? 40ാമത്തെ വയസ്സല്ലേ സാർ സത്യൻ മാസ്റ്റർ ആത്മസഖിയിൽ അഭിനയിക്കാൻ വരുന്നത്. പിന്നെ ജയൻ. പ്രായത്തിന് പറ്റിയ വേഷം കൂടി വേണ്ടേ? ഏതായാലും കോളേജ് കുമാരനായിട്ട് പറ്റില്ലല്ലോ. ഈ ക്യാമ്പസ് സിനിമയാകുമ്പം മാഷന്മാരുടെ റോളായാലും മതി. ഞാനും സ്കൂൾ മാഷാണ് സാർ. സ്കൂൾ മാഷാണോ? നിങ്ങൾ എന്തിനാണ് മാഷെ വെറുതെ ഈ സിനിമയുടെ പുറകെ നടക്കുന്നത്? ഒരു ഡിവൈൻ പ്രൊഫഷൻ അല്ലേ കയ്യിലുള്ളത്? ഇഷ്ടമുണ്ടായിട്ട് ചേർന്ന ജോലിയല്ല സാർ. അച്ഛൻ മരിച്ച വേക്കൻസി കിട്ടിയതാ. എന്തിനാ മാഷെ നല്ല മനസ്സമാധാനമുള്ള പണി കളഞ്ഞിട്ട് സിനിമയിൽ കയറുന്നത്? ഇവിടെ സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ ടെൻഷനാ. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോഴാണ് സാർ എനിക്ക് ടെൻഷൻ. മാഷ് നേരത്തെ എവിടെയെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? ചില നാടകങ്ങളിലൊക്കെ. പിന്നെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാർ. ഏത് സിനിമയില്? അത് പൂർത്തിയായില്ല സാർ. സംവിധായകരും മറ്റുള്ള ആളുകളൊക്കെ പുതുമുഖങ്ങളായിരുന്നു. ചില പ്രശ്നങ്ങളുണ്ടായി നിർമ്മാതാവ് മാറി. പിന്നെ അതങ്ങ് മുടങ്ങിപ്പോയി. എന്റെ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നേ ഉള്ളൂ. കാസ്റ്റിംഗ് ഒക്കെ അതിന് ശേഷമേ തീരുമാനിക്കും. അത് മതി സാർ. എന്റെ കാര്യം ഒന്ന് മറക്കാതിരുന്നാ മതി. എന്താ? ഒരു ഫോട്ടോയാണ് സാർ. എന്നെ ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ് സാർ. പുറകിൽ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. റോളിന്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. അത് മതി സാർ. സാറിനെ പോലുള്ളവരുടെ ഒരു വാക്കെന്ന് പറയുന്നത് എനിക്കൊക്കെ തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് സാർ. ഞാൻ ഇടയ്ക്ക് ബന്ധപ്പെട്ടോളാം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ബന്ധപ്പെട്ടോളാം. ആ, മനസ്സിലായി. സാറേ, ആ ഫോട്ടോ ഒരു പനി പിടിച്ച സമയത്ത് എടുത്തതാ. വേറൊരു ഫോട്ടോ. ഇത് മതിയോ? ഹലോ? ഇല്ല. ഏതായാലും ഈ സിനിമ എന്താ ഇപ്പോ ഇങ്ങനെ ഒരു അഭിനയമോഹം തോന്നാൻ കാരണം? ഇപ്പൊ തോന്നിയ മോഹമല്ല സാർ. ഇരിക്കെ. കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം. ഇടയ്ക്ക് ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? അതൊരു വലിയ കഥയാണ് സാർ. പ്രേമിച്ച പെണ്ണെ കല്യാണം കഴിക്കാൻ വേണ്ടി പല ജോലികളും ചെയ്തു നോക്കി. അതിലൊരു ഭാഗമായിട്ട് ഇപ്പോൾ ഒരു അധ്യാപക വേഷം കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോഴും എപ്പോഴും ആഗ്രഹം അഭിനയം തന്നെയാണ് സാർ. അത് കൊള്ളാം. പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം
ഒരാൾ നടനാവില്ല. അതൊക്കെ എനിക്കറിയാം സർ. A for ആക്ടിങ്, C for കോൺസെൻട്രേഷൻ, T for ടൈമിംഗ്, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വായനയും കൊള്ളാം. പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയുണ്ടാവണം. അതുണ്ട് സർ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇച്ഛാശക്തി കൂടി വേണം. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. മാഷേ, മാഷേ, അതെ, സത്യന്തിക്കാട് സാറിനെ കാണാൻ പോയിട്ട് എന്തായി? എന്തെങ്കിലും സാൽബുട്ടേഷൻ ആവോ? എന്നെ ബോധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നടക്കും, എനിക്ക് ഉറപ്പാ. മാഷൊരു സിനിമാ നടനായിട്ട് വേണം എനിക്കൊരു ബെൻസ് കാറിൽ കയറാൻ. ഉവ്വേ, ഈ സ്കൂട്ടർ ഒന്ന് മാറാൻ പറഞ്ഞിട്ട് എന്നെ കുറച്ചു നാളായി. അതൊക്കെ മാറാന്നേ. കാറിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആ ഗേറ്റിൽ കെട്ടാനുള്ള ബാനർ വാങ്ങിയോ? ഞാനിത് എപ്പോഴേ മറന്നുപോയി. ഞാൻ വരുമ്പോഴേക്കും ബാനർ കണ്ടില്ലെങ്കിലാ. ഏറ്റവും എപ്പ കെട്ടിന്ന് വെച്ചേ. ഇപ്പൊ സാൽബുട്ടേഷൻ ആയി തരാം. സിസ്റ്റർ നിൽക്കുന്നു. സിസ്റ്റർ എന്താ ഇവിടെ? പെട്ടെന്നെങ്ങാനും കർത്താവിന്റെ വിളി വന്നാ മരിപ്പിന്റെ കാർഡടിക്കാനും കോൺവെന്റിൽ ചില്ലിട്ട് വെക്കാനും ഒരു ഫോട്ടോ വേണ്ടേ? അതൊന്നും പേടിക്കണ്ട. ഇപ്പോഴെങ്ങും തമ്പുരാൻ സിസ്റ്ററുടെ രജിസ്റ്റർ എടുക്കത്തില്ല. അതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ മോഹന. നിന്റെ അച്ഛന്റെ കാര്യം മതിയല്ലോ. മരിക്കുമ്പം എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ രാഘവ മാസ്റ്ററിന്? ഉണ്ണിക്കുട്ടോ, നീ അച്ഛനോട് സ്കൂളിൽ പോകണോ? ഇന്ന് എന്താ സ്കൂളിൽ പരിപാടി? കുട്ടികളുടെ ഒരു നാടകക്കളരി, അതിന്റെ ഫോട്ടോ എടുക്കുന്ന കാര്യം ഇവനൊന്ന് ഓർപ്പിക്കാൻ വന്നതാ. ഓ, എനിക്കാണെങ്കിൽ ഒരു 100 കൂട്ടം പണി വീട്ടിലുള്ളതാ. ആഹാ, അച്ഛന്റെ പരിപാടി ചെറുപ്പത്തിലെ മോനും തുടങ്ങുകയാണോ? മോളെ, ഇയാൾ ഇങ്ങനെ നാടകമൊന്നും സിനിമയൊന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. അവരുടെ സ്കൂളിൽ ചിലർക്ക് ചില പരാതിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. എനിക്കറിയാം, ഇതാ കമ്പ്യൂട്ടർ ചാക്കോ പറഞ്ഞതല്ലേ. അത് അസൂയുണ്ടോ സിസ്റ്ററെ? ഓ, അസൂയപ്പെടാൻ ഇങ്ങനെ ആര്? അമിതാഭ് ബച്ചനാ? ഇതാടാണ് ഈ ഊപ്പ ഫോട്ടോഗ്രാഫറായിട്ട് ഈ ഓണം കയറാൻ പോലെ വന്നിരിക്കുന്നത്. ഒരു സ്റ്റാർ സ്റ്റുഡിയോ. പള്ളു കണ്ടാത്തൊന്നും ഇതേതോ AVM സ്റ്റുഡിയോയോ മറ്റേ പുതിയ സ്റ്റുഡിയോ മറ്റോ ഒക്കെ. എന്റെ സ്റ്റുഡിയോയുടെ പേരിലെങ്കിലും ഒരു സ്റ്റാർ ഉണ്ടല്ലോ, കണ്ടാ? എന്റെ പൊന്ന് സിസ്റ്ററെ, ഇവനെ പോലൊരു പിന്തിരിപ്പൻ ഈ പഞ്ചായത്തിലില്ല. എന്നാലൊരു പരിചയക്കാരനാ, ഛേദമില്ലാത്തൊരു ഉപകാരമാ, ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് വിചാരിക്കുക. അതില്ല. നമ്മൾ പരിശ്രമിക്കാനുള്ള നമ്മൾ തന്നെ പരിശ്രമിക്കണ്ടേ സിസ്റ്ററെ? ജോലി കളയരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കളഞ്ഞുപോയി കഴിയുമ്പോഴേ കയ്യിലുണ്ടായതിന്റെ വില അറിയും. ഇത് കേട്ടാത്തൊന്നുമില്ല ഞാൻ നാളെ തന്നെ ജോലിയും രാജിവെച്ച് സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങണമെന്ന്. അങ്ങനെയാന്ന് എനിക്ക് എത്ര നേരത്തെ ഇറങ്ങാമായിരുന്നു. പോട്ടെ സിസ്റ്റർ. ശരി. ആ, ടൂറിന്റെ കാര്യം മറക്കരുത്. നീ മഠത്തിലേക്ക് ഇറങ്ങുമല്ലോ. വരാം. ഞാനും വരും ടൂറിന്. നീ ഇല്ലാതെ ഞങ്ങൾ ടൂറിന് പോവൂടാ. ഇതവിടെ എങ്ങോട്ടാ? ആ, ആലോചിക്കണം. സന്തോഷമോ, നേരത്തെ എത്തിയേക്കണേ. എത്തിയില്ലെങ്കിലോ? ഒരു അലവലാതി സ്റ്റുഡിയോ അടിച്ചു തീർത്ത് തീടാൻ ഒരു UP സ്കൂൾ അധ്യാപകൻ വിചാരിച്ചാലും പറ്റും. എന്നെ കണ്ടാലേ സിസ്റ്റർ എന്തെങ്കിലും കുറ്റം പറയാം. പറഞ്ഞത് പിന്നെ കാര്യമില്ലേ? നിനക്കല്ലേലും അങ്ങോട്ടാണല്ലോ സൈഡ് വരും. പിന്നെ വളർത്തി വലുതാക്കിയ ആൾക്കാരോട് ഒരു ഇത്തിരി കടപ്പാടൊക്കെ വേണ്ടേ? വളർത്തി വലുതാക്കിയ വേറെ ഒരുപാട് സിസ്റ്റർമാരുണ്ടല്ലോ അവിടെ. അവർക്കാർക്കും ഇല്ലല്ലോ എന്നോട് ഇക്രി മേടി. അത് സിസ്റ്റർക്ക് എന്നോട് കുറച്ച് കൂടുതൽ സ്നേഹം ഉള്ളതുകൊണ്ടാ. ഞാൻ പ്രേമിച്ച് നടന്ന കാലം മുതലേ ആ സിസ്റ്റർ ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഭാരം. കൊച്ചിരിക്കുന്നു. ഞാനില്ലായിരുന്നെങ്കിൽ അവർ നിന്നെയും കൂടെ ഒരു സിസ്റ്റർ ആക്കിയാലേ.